സാധാരണഗതിയിൽ നമ്മൾ പഴമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അത്തം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം കറക്കും എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ആഴ്ചയിൽ മഴ വളരെ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സാധാരണ നമുക്കൊരു ആക്റ്റീവ് ആൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സാഹചര്യമുണ്ട്, സജീവ കാലഘട്ടവും നിർജീവ കാലഘട്ടവും. ഇപ്പൊ അത് സജീവ കാലഘട്ടത്തിന്റെ ദൈർഘ്യം കുറവായിരിക്കും, നിർജീവ കാലഘട്ടം കുറച്ച് കൂടുതൽ 10 ദിവസത്തോളം നിൽക്കും. എന്നാലും 10 ദിവസത്തിന് അപ്പുറത്ത് മഴ പെയ്യാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ അത്തം മുതൽ ഇങ്ങോട്ട് പല സ്ഥലങ്ങളിലും മഴയില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് ഗ്രീൻ അലർട്ടാണ്, അതായത് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഓണത്തിന്റെ സമയത്ത് അടുത്തിട്ട് നമുക്ക് നല്ല മഴ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട്. പക്ഷെ ഈ ചാക്രികതയും ഈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു മൺസൂണിന്റെ പ്രവണതയും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് നമുക്കൊന്നും പ്രവചിക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും മഴ പ്രതീക്ഷിക്കാവുന്ന ഒരു ഓണം ആണ് നമുക്കിപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് ഈ ആഴ്ചയിൽ മഴ മാറി നിൽക്കുന്നതുകൊണ്ട് അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരുപക്ഷെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ നമുക്ക് വേണ്ട വേനൽ മഴ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വ്യാപകമായ മഴ ലഭിച്ചിരുന്നല്ലോ. ഇത് ആവശ്യമായ ജലം സംഭരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്കിപ്പോ കേരളത്തില് 24% മഴ കമ്മിയാണ്. ഈ ദിവസത്തെ നോക്കുമ്പോൾ ഈ ദിവസത്തെ അളവ് വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24% കേരളത്തിൽ മഴ കുറവാണ്. പല ജില്ലകളിലും ചില ജില്ലകളിൽ നോർമലാണ് എങ്കിൽ പോലും സർപ്ലസ് എവിടെയും വന്നിട്ടില്ല. കൂടിയ മഴ എവിടെയില്ല. എല്ലാ ജില്ലകളിലും മഴ 20% താഴെ കുറവുണ്ടെങ്കിലാണ് നമ്മൾ ഡെഫിഷ്യന്റ് എന്ന് വിളിക്കുക. 20% ഉള്ളിലാണ് മഴക്കുറവെങ്കിൽ അതിന് നോർമൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ പല ജില്ലകളിലും നോർമലാണ്. പക്ഷെ മിക്കവാറും എല്ലാ ജില്ലകളിലും മഴ കുറവ് തന്നെയാണ്. സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചിട്ടില്ല. മഴയുടെ കുറവ് നമ്മുടെ ജലസംഭരണികളെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളം കുറവുള്ള സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് ഈ ജലക്ഷാമം 2016 പോലെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എൽനിനോ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് പോസ്റ്റ് മൺസൂൺ സീസണിൽ മഴ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് തുലാവർഷ മഴ കേരളത്തിൽ നമുക്ക് സാധാരണ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ജലക്ഷാമം ഒരുപക്ഷെ അനുഭവപ്പെട്ടു വന്നുകൊള്ളുന്നില്ല. പക്ഷേ മഴയുടെ ശക്തി കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ കുറേ നാൾ മഴ പെയ്യാതിരുന്നിട്ട് പിന്നെ പൊടുന്നനെ മഴ പെയ്യുമ്പോൾ 1-2 ദിവസങ്ങൾ കൊണ്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ അത് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഈ മഴപ്പെയ്ത്തിന്റെ മാറി വരുന്ന രീതിയിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കള്ളക്കടൽ പ്രതിഭാസമൊക്കെ നിലനിൽക്കുകയല്ലേ? ഈ മഴ കൂടെ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ഥിതി കൂടെ എങ്ങനെയാകും? അതെ, കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത് മഴയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം അല്ലെങ്കിൽ പോലും ഈ കടലാക്രമണ സാധ്യതയുള്ള തീരദേശങ്ങളിൽ ഈ പറഞ്ഞ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ എഫക്റ്റിൽ ഉള്ള കടലാക്രമണവും അതിന്റെ കൂടെ തന്നെ മഴയും കൂടി പെയ്യുമ്പോൾ അത് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. രണ്ടും കൂടി ഇപ്പൊ ഡിസാസ്റ്റേഴ്സ് അല്ലാത്ത കോമ്പൗണ്ട് ഡിസാസ്റ്റേഴ്സ് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ ഡിസാസ്റ്റേഴ്സ് ഒരുമിച്ച് വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ആശങ്ക ഉണ്ടാക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇപ്പൊ കള്ളക്കടൽ പ്രതിഭാസം സാധാരണ ഇതിൽ സദേൺ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ ഉണ്ടാവുന്ന ഈ ചുഴലിക്കാറ്റുകളുടെ ഭാഗമായിട്ട് അതിന്റെ ശക്തി, അതിന്റെ തീവ്രതയുള്ള ഈ തിരമാലകൾ ഇങ്ങോട്ട് കുറെ നമ്മളുടെ ഇവിടെ ശാന്തമായിരിക്കുന്ന സമയത്താണ് വരുന്നത് എന്നുകൊണ്ടാണ് അതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. അത്തരം ഇത് അതുപോലെ തന്നെ ഹൈ ടൈഡ് ഇതും ഇതിന്റെ കൂടെ തന്നെ ശക്തമായ മഴയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങളും ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എഫക്റ്റ് ഇമ്പാക്ട് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ അത്തരം സാഹചര്യം നമ്മളിപ്പോ മഴ കുറവാണ് എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ അത്ര ആശങ്കപ്പെടുത്തുന്ന കാര്യമില്ല. പക്ഷെ എങ്കിൽ പോലും ഇതെല്ലാം നമ്മളുടെ കാലാവസ്ഥ മാറ്റത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നും മുമ്പ് ഇത്രയും തീവ്രമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഓരോ മഴയുടെ സ്വഭാവത്തിലായാലും കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെതായാലും കടലാക്രമണത്തിന്റെ ആയാലും എല്ലാം അതിന്റെ ഇന്റൻസിറ്റി കൂടി വരുന്ന ഒരു സാഹചര്യം ആണ് നമുക്കിപ്പോൾ അനുഭവിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.